അതാണ്ടാ ബോംബെൻ്റെ അവസ്ഥയാണ്. കണ്ടില്ല നിങ്ങൾ? ഈ ആദ്യം പൈപ്പാണ് ഇനി ഇടാൻ പോകുന്നത്. അവിടെയാണ് എൻ്റെ കട. ഇവിടെ അവിടുത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പണിയാണ്. കണ്ടില്ലേ? ഇതിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം, എന്താ സംഭവം എന്നുള്ളത്. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ബോംബെക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മാറ്റങ്ങൾ കാണാം. അപ്പോൾ ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഭൂമിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ട്രെയിന് പോവുക. ബോംബെൻ്റെ ഈ ചുറ്റുഭാഗം മെയിൻ സിറ്റി ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കൂടെ ട്രെയിനും അതിൻ്റെ അടിയിൽ കൂടെ വാഹനങ്ങൾ പോണതും അങ്ങനത്തെ പണികളൊക്കെ ഒരുപാട് വർഷമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുവിധമൊക്കെ പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും. ഇനി അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഈ പെട്ടെന്ന് ബോംബെയിൽ വെള്ളം കൂടും. മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ സ്പീഡ് ഭൂമിയുടെ അടിയിൽ കൂടെ വേഗം പോകാനും, വെള്ളം തടസ്സമായി കഴിഞ്ഞാൽ ഈ ഭൂമിൻ്റെ അടിയിൽ കൂടെ ട്രെയിന് പോണതും വാഹനങ്ങൾ പോകണമൊക്കെ വലിയൊരു പ്രശ്നമായി വരികയാണ്. അപ്പോൾ അതാണിപ്പോൾ ബോംബെൻ്റെ ഒരുവിധ ചുറ്റുഭാഗങ്ങളൊക്കെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇനി ഈ കക്കൂസിൻ്റെ പൈപ്പും അതുപോലെ മഴ പെയ്യുന്ന വേസ്റ്റ് വെള്ളം പോകാനും ഇതൊക്കെ പാടെ കൂടിയിട്ട് ഇപ്പോൾ ഇത് കടലിൻ്റെ അതുവരെ വന്ന് ചെന്ന് മുട്ടും എല്ലായിടത്തും. അപ്പോൾ പെട്ടെന്ന് ഇനി അങ്ങനെ മഴ പെയ്താൽ ആ മഴയ്ക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ബോംബെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 അല്ലേ, 2030 ഇവിടെ ബോംബെ വന്നു കഴിഞ്ഞാൽ ബോംബെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു ബോംബെ. ബോംബെയിലൊക്കെ ഓരോ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വരണം. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഇപ്പോൾ അടുത്തൊന്നും വരണ്ട. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സമയം തീട്ടത്തി ചൂട്ടിയ പോലെ ആവും. ഇപ്പോഴൊന്നും വരണ്ട. ബോംബെ കുറച്ചുകൊണ്ട് കഴിയട്ടെ. ഓക്കെ, ഇനി അങ്ങനെ വരേണ്ട ആവശ്യം വെച്ച് ബോംബെ മാനു വേണ്ട അതിൽ നോക്കിയാൽ മതി എന്നാണ് ഞാൻ പറയും. നിങ്ങളെല്ലാവരും ബോംബെ നാട്ടിൽ നിന്നും എല്ലായിടത്തും ആൾക്കാരോട് പോയിട്ടെന്ന് പറയുമ്പോൾ അപ്പം ഒന്നായിട്ട് പോകാൻ പറ്റും. അതിന് മുന്നൊന്നും വരില്ലേട്ടാ. ഞങ്ങൾ ബോംബെയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. അസർ നിസ്കരിക്കേണ്ട സമയമായി. പള്ളിക്കാണ് കയറണം. അസ്സലാമു അലൈക്കും. 150 റുപ്യ ഡജന്. മുമ്പോക്കാണ് എൻ്റെ കടറ ഇവിടെ. ഈ ദർഗൻ്റെ അവിടെ നിന്ന് നേരെ എൻ്റെ കട അവിടെയാണ്. ആ ഭാഗത്ത് നേരെ പോകണം. എൻ്റെ തൊട്ടടുത്താണ്. എന്നോട് ഇങ്ങോട്ട് കുറേ കോൺട്രാക്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഒരുപാട് വെറുതെ പൈസ ഒന്നും കൊടുക്കണ്ട. ആ മരത്തിൻ്റെ മുകളിലുള്ള അതിൻ്റെ മുകളിലുള്ള പൊട്ടിച്ച് കൊണ്ടായിട്ട് പൈസ ഉണ്ടായിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് 200 ഇതിൻ്റെ മരം എന്തായാലും പറയാം നൊങ്കോ അതിൻ്റെ മരം ഇഷ്ടമല്ല. ചേർത്ത് 50 ചേർത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ പണിക്ക് നിൽക്കലില്ല. അതിൻ്റെ കൂടെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ പറിച്ചുകൊണ്ടാവാൻ പറഞ്ഞു. അത് ഇപ്പോൾ പറിച്ചു കൊടുത്ത് 10 റുപ്യ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ആ 10 റുപ്യ കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഭൂമിൻ്റെ അടിയിലാച്ച കുഴപ്പമില്ല. ഇത് ആകാശം വരെ ഉണ്ടാവും. ഇത് അതിൻ്റെ മുകളിൽ കയറുക, മുള്ളും കാര്യങ്ങളും നല്ല ശ്രദ്ധിച്ചിട്ട് ഞാൻ ആ പണിക്കൊന്നും നിൽക്കലില്ല. അതുപോലെ മാങ്ങ आम कैसा डजन का? आम 160 रुपये को 200 रुपये हाफिज वाला। ये 160 200 रुपया। ഇപ്പോൾ ഒന്നും തിന്നാൻ തോന്നില്ല. നാസ്തയ്ക്ക് വന്നതാ. തെങ്ങ് കയറി വന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ കുറേ ആ സാധനം കിട്ടിയത്. ഞാൻ ആ പണിയൊക്കെ ഒഴിവാക്കി. എൻ്റെ ജീവിതത്തിൽ ഒന്നിൻ്റെ മുകളിലും കയറി എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ട് ആൾക്കാരുടെ തലമൊക്കെ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ഉണ്ണിയേട്ടൻ്റെ ഇളനീർ കച്ചവടമാണ്. ഉണ്ണിയേട്ടൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ്. പാവം എന്തെങ്കിലും പക്ഷേ ഇവിടെ ആ മനുഷ്യ ഇപ്പോൾ ഇവിടെ ഇല്ല. മൂപ്പരൊക്കെ 4-5 കട ഉണ്ട്. അപ്പോൾ മൂപ്പരെ ഇപ്പോൾ ഓരോരുത്തരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും പൂ വെച്ച് ഇവിടെ ഇരിക്കും. വെച്ചപ്പോൾ 2-3 മാസം വരെയൊക്കെ ഉണ്ടാവും ഇവിടെ. അത് വന്നു കഴിഞ്ഞാലോ അവിടെ റൂമിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് വിടും. മാനിയോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയുടെ അടുത്തൊക്കെ ഇട്ടാൽ അവിടെ ഇങ്ങോട്ട് കൊടുന്ന് വെക്കും. ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ഏട്ടന്മാരും അഞ്ചന്മാരും പെങ്ങന്മാരുടെ മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. അവരങ്ങനെ എനിക്ക് പാവം വരുമ്പോൾ കൊണ്ടുവരും. ഞാനും ഇതിൻ്റെലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ പച്ചക്കറി വേറെ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ മീൻ കറി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊണ്ടുകൊടുക്കും. ഞാൻ ഇവിടെ കൊടുന്ന് വെച്ച് കൊടുക്കും. അത് നല്ലൊരു ജീവിതമാണ്. നല്ല രസമാണ്. ഇങ്ങനെ കണ്ണത്തെ രാജ്യത്തൊക്കെ വന്നിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുക, എന്നിട്ട് അവർ തരുന്ന ചായ, അവർ തരുന്ന നാസ്ത. ഇങ്ങനെ അതാ പറഞ്ഞത്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം അവിടുന്ന് കണ്ടുമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ.
അതാണ് ജീവിതം. ആ ജീവിതം നമ്മളെ ജീവിതം നമ്മളെ മാറ്റിമറിപ്പിക്കണതൊക്കെ അവരാണ്. എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുമ്പോൾ ഒരു 5,000 കാട്ടിക്കുക, ഒരു 10,000 കാട്ടിക്കുക, ഒരു 25,000 കാട്ടിക്കാനാ ഇങ്ങനെ എല്ലാ ആൾക്കാരും തരാണ്ടാവും. അത് തിരിച്ച് അതേ സമയത്താണ് കൊടുത്താൽ മതി. ഡേറ്റ് തെറ്റിച്ചാൽ പിന്നെ ജന്മത്തിലൊരാൾക്ക് ചോദിച്ചാൽ കിട്ടൂല. അപ്പോൾ കാരണം അവർ കണ്ണി കൊണ്ടിട്ട് എടുത്തുവെച്ച പൈസക്കാണ്. ഇൻഷാ കൂടുതൽ പറഞ്ഞില്ല. ഇത് നമ്മളെ जमाल भाई हल्दी का छोड़ा है क्या? जमाल भाई अली भाई का गाड़ी आया क्या? आज 4 दिन से गाड़ी नहीं आया. അലിക്കയും കാലിലേക്കും ഒന്ന് വണ്ടി വന്നില്ല ഒരാഴ്ചയായിട്ട്. ചക്ക എന്തെല്ലാം എന്ത് വേണമെങ്കിൽ എനിക്ക് തിന്നാം. आज नहीं बात शाम को आते. नहीं शाम को आते चक्का. अभी मावा ये ചക്ക शाम को ഞാൻ ഇവിടെ വന്നിട്ടല്ല. അങ്ങ് ബോംബെയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്ത് വേണമെങ്കിലും തിന്നാൻ കിട്ടും. മാഷാ അല്ലാഹ്. നീ കൂടുതൽ പറഞ്ഞില്ല, ലൈക്കും ഇല്ല, സബ്സ്ക്രൈബും ഇല്ല. ഇവിടെ അടിയിട്ടിരുന്ന ബജാറാണ്. കുറച്ച് പെണ്ണുങ്ങളെ മാർക്കറ്റാണ്. ഞായറാഴ്ച അതിൻ്റെ വീഡിയോ എടുത്ത് കിട്ടുക. എല്ലാ സാധനത്തിനും വീഡിയോ എടുത്ത് കിട്ടുക കേട്ടോ. എന്തെല്ലാം കിട്ടുന്നുള്ളതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ബോംബെ മാനു എന്നാണ്ട് അടിച്ചാൽ മതി. കൂടുതൽ പറഞ്ഞില്ല, എല്ലാവർക്കും വെറുപ്പാവും നമ്മളെ വീഡിയോ കാണുമ്പോൾ.